Hi everyone, welcome back to our channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്കോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയായ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചാണ്. എല്ലായ്പ്പോഴും സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കണ്ടിന്യൂസ് ആയി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡിഫൻസ് മെക്കാനിസം. നമ്മളെല്ലാവരും വയ്ക്കും അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അല്ല, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതൊരിക്കലും മറക്കില്ല. ഇന്ന് ഡിഫൻസ് മെക്കാനിസത്തിലെ 13 ഡിഫൻസ് മാർഗങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രതിരോധ മാർഗങ്ങൾ എന്നാണ് പറയുന്നത്. പ്രതിരോധിക്കുന്ന മാർഗങ്ങൾ. അപ്പൊ നമ്മൾ അത് മാത്രം ഓർത്തു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മനസ്സ് എങ്ങനെയൊക്കെ പ്രതിരോധിക്കുന്നു എന്നൊക്കെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് മറക്കില്ല. അതായത് പ്രതിരോധ മാർഗങ്ങൾ നമ്മുടെ മനസ്സ് അൺകോൺഷ്യസ്ലി ഉൾക്കൊള്ളുന്നു, അൺകോൺഷ്യസ്ലി എടുക്കുന്നു. ആ പ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം ഈസ് എ റിയാക്ഷൻ ദാറ്റ് ഡിഫെൻസ് പീപ്പിൾ അഗെയിൻസ്റ്റ് ആങ്സൈറ്റി ആൻഡ് സെർവ്സ് ടു ഡിസ്ഗൈസ് their motive. All defense mechanisms have two qualities, namely it reduces tension, maintaining self-respect. അതായത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് it is a device used by an individual to achieve satisfaction of the need indirectly. നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളുന്ന പ്രതിരോധ മാർഗങ്ങൾ, അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് കൈക്കൊള്ളുന്ന പ്രതിരോധ മാർഗങ്ങളാണ് എന്ത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മനസ്സ് അൺകോൺഷ്യസ്ലി ഉൾക്കൊള്ളുന്ന, അതായത് എടുക്കുന്ന പ്രതിരോധ മാർഗങ്ങൾ, അതായത് നമ്മൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് എടുക്കുന്ന പ്രതിരോധ മാർഗങ്ങൾ. അപ്പൊ മനസ്സ് അൺകോൺഷ്യസ് ആയിട്ടാണ് എടുക്കുന്നത്, കോൺഷ്യസ്ലി അല്ല, അൺകോൺഷ്യസ്ലി എടുക്കുന്ന പ്രതിരോധ മാർഗങ്ങളാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫൻസ് മെക്കാനിസത്തിന് 2 ക്വാളിറ്റീസ് ഉണ്ട്. ഇറ്റ് റെഡ്യൂസസ് ടെൻഷൻ, മെയിൻറ്റെയിനിങ് സെൽഫ് റെസ്പെക്ട്. ഇത് രണ്ടുമാണ് അതിന്റെ ക്വാളിറ്റീസ്. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്. മെയിൻ ആയിട്ട് ഡിഫൻസ് മെക്കാനിസത്തിന്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസിലോട്ട് മാറാം, പലതരത്തിലുള്ള അസുഖങ്ങളായി മാറാം. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പൊ എന്താണ് ഡിഫൻസ് മെക്കാനിസത്തിലെ പ്രതിരോധ മാർഗങ്ങളെന്ന് കൂടുതലായിട്ട് പഠിക്കാം. For defense mechanism or adjustment mechanism എന്ന് പറയുമ്പോൾ all are aimed at protecting one's self esteem. നമ്മുടെ സെൽഫ് എസ്റ്റീം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് അൺകോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന പ്രതിരോധ മാർഗങ്ങളാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഏതൊക്കെയാണ് ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്ന പ്രതിരോധ മാർഗങ്ങളെന്ന് എണ്ണി പഠിച്ചിരിക്കണം. കാരണം പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. Repression, regression, compensation, rationalization, projection, identification, sublimation, withdrawal, displacement, aggression, reaction formation, ഡിനയൽ, സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ. ഈ പ്രതിരോധ മാർഗങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് വൺ ആണ് റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറയുമ്പോൾ റിപ്രഷൻ ഈസ് പ്രിവെന്റിങ് പെയിൻഫുൾ ഓർ ഡേഞ്ചറസ് തോട്ട്സ് ഫ്രം എൻറ്ററിങ് കോൺഷ്യസ്നസ്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, പെയിൻഫുൾ ആയിട്ടുള്ളതും ഡേഞ്ചറസ് ആയിട്ടുള്ളതും അപകടകരമായിട്ടുള്ള തോട്ട്സിനെ നമ്മൾ പർപ്പസ്ഫുള്ളി പുഷ് ഡൗൺ ചെയ്യാണ്, പുഷ് ഡൗൺ ഇൻ ടു അവർ അൺകോൺഷ്യസ് മൈൻഡ്. മനസ്സിലായോ? നമുക്ക് ഇഷ്ടമില്ലാത്തതും വേദനാജനകവുമായ, അതായത് അപകടകരമായ തോട്ട്സ്, ചിന്തകളെ നമ്മൾ പർപ്പസ്ഫുള്ളി, റിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് പുഷ് ചെയ്യുന്നു. അതായത് സെലക്റ്റീവ് ആയിട്ട് നമ്മൾ പുഷ് ചെയ്യുന്നു. പെയിൻഫുൾ ആയിട്ടുള്ളത്, ഡേഞ്ചറസ് ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങള് പുഷസ് ഇൻ ടു അവർ അൺകോൺഷ്യസ്
മൈൻഡ്. ഇതാണ് റിപ്രഷൻ. നെക്സ്റ്റ് വൺ റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ റിഗ്രഷൻ ഈസ് എ മെക്കാനിസം whereby the individual return to an earlier stage of development. It is a childish behavior. അതായത് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ചൈൽഡിഷ് ആയിട്ട്, വളരെ ചെറിയ ഒരു കുട്ടിയായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഒരു എൽഡർ ആയിട്ടുള്ള പേഴ്സണ് വളരെ ചെറിയൊരു കുട്ടിയായിട്ട് മാറുന്നു, കുട്ടിയായിട്ട് സ്വയം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ നഖം കടിക്കുക, അതുപോലെ തന്നെ ഭിത്തിയിൽ വരയ്ക്കുക, പിന്നെ ബെഡ് വെറ്റ് ചെയ്യുക, അതൊക്കെ റിഗ്രഷന്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ കോമ്പൻസേഷൻ. In this, an individual try to cover up deficiency in one field by exhibiting his strength in another field. ഒരു ഫീൽഡില് ഒരു മനുഷ്യൻ ബാക്ക് ആയിരിക്കും, ചിലപ്പോ ഒരു ഫീൽഡില് ആ മനുഷ്യന് അത്രയധികം പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ആ വ്യക്തി മറ്റൊരു ഫീൽഡിൽ എക്സലന്റ് ആയിട്ട് പ്രൂവ് ചെയ്യുന്നു. അതാണ് എന്ത്? കോമ്പൻസേഷൻ. കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ an individual tries to balance or cover up his deficiencies in one field by exhibiting his strength in another field. For example, നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൂടെയുള്ള പല കുട്ടികൾക്കും പഠിക്കാനായിട്ട് അത്ര അങ്ങോട്ട് കഴിവില്ലാത്തവരുണ്ടായിരിക്കും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ ചിലപ്പോൾ സ്പോർട്സ്, മ്യൂസിക്, ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവര് പ്രാവീണ്യം തെളിഞ്ഞിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവര് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും, നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അക്കാഡമിക്കലി ആ കുട്ടി ചിലപ്പോൾ വീക്ക് ആയിരിക്കും, പക്ഷെ മറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ആ കുട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയായിരിക്കും. അപ്പൊ നമ്മൾ അക്കാഡമിക്കിനെ കോ കരിക്കുലർ വെച്ച് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എക്സാമ്പിളിൽ നിന്ന് ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു എന്താണ് കോമ്പൻസേഷൻ എന്നുള്ളത്. ആണ് റാഷണലൈസേഷൻ. ഇൻ ദിസ് ദ ഇൻഡിവിജ്വൽ ജസ്റ്റിഫൈ ഹിസ് ഷോർട്ട് കമ്മിങ്സ്, ഫെയിലിയേഴ്സ് ബൈ ഗിവിംഗ് ഫോൾസ് റീസൺ. തെറ്റായ കാരണങ്ങൾ പറഞ്ഞ് ഒരു ഇൻഡിവിജ്വൽ തൻ്റെതായ ഫെയിലിയേഴ്സിനെയും ഷോർട്ട് കമ്മിങ്സിനെയും മറ്റു വ്യക്തികളിൽ അല്ലെങ്കിൽ മറ്റു ഒബ്ജക്ട്സിൽ അടിച്ചേൽപ്പിക്കുന്നു. അതാണ് റാഷണലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പലതരത്തിലുള്ള എക്സ്ക്യൂസുകളാണ് ഇതിൽ ഇൻഡിവിജ്വൽ പറയുന്നത്. അതിലൂടെ ബിഹേവിയറിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ബാഡ് വർക്ക്മാൻ ഓൾവേസ് ക്വാറൽസ് വിത്ത് ഹിസ് ടൂൾസ്, നമ്മൾ കേട്ടിട്ടില്ലേ? അതൊക്കെയാണ് ഇതിനോട് മെയിനുള്ള എക്സാമ്പിൾസ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ മീൻസ് is placing blame for difficulties upon others or attributing one's own ethical desires to others. നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ നമ്മുടെ കഴിവുകേട് മറ്റുള്ളവരിലോട്ട് അടിച്ചേൽപ്പിക്കുക, മറ്റുള്ളവരിലോട്ട് പഴിച്ചാരുക എന്നാണ് ഇവിടെ പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺ ട്രാൻസ്ഫോംസ് ദ ഫീലിംഗ് ഓഫ് ഗിൽട്ട് അറ്റ് അനദർ പേഴ്സൺ, അതാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയുടെ കൈയക്ഷരം നല്ലതല്ലെങ്കിൽ ആ കുട്ടി ആ പേനയെ ബ്ലെയിം ചെയ്യുന്നു. പേന നല്ലതല്ലാത്തത് കൊണ്ടാണ് എൻ്റെ കൈയക്ഷരം മോശമായെന്ന് പറയുക. മാത്രമല്ല, ഡെയിലി സ്കൂളിലോട്ട് ലേറ്റായി വരുന്ന ഒരു കുട്ടി എന്നും ബസ് ലേറ്റായി വന്നതുകൊണ്ടാണ് ഞാൻ എന്നും സ്കൂളിലോട്ട് ലേറ്റായി വരുന്നത് എന്നുള്ള എക്സ്ക്യൂസ് പറയുക. പ്രൊജക്ഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലെയിമിങ് അതേഴ്സ്, നമ്മുടെ കഴിവുകേട് മറ്റുള്ളവരിലോട്ട് അടിച്ചു തെൽപ്പിക്കുക, മറ്റുള്ളവർ കാരണമാണ് നമുക്കിങ്ങനെ സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കുക. ഇതാണ് പ്രൊജക്ഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐഡന്റിഫിക്കേഷൻ. In this, individual is found to achieve satisfaction from the success of other person, groups or institution by identifying himself with them. ഒരു ഇൻഡിവിജ്വല് ചിലപ്പോൾ നമ്മളെല്ലാ രീതിയിലും കഴിവുള്ള ആൾക്കാരാവണമെന്നില്ല. മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുക, മറ്റുള്ളവരിൽ നമ്മളെ തന്നെ കാണുക. ഓക്കെ, അങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുക. അതായത് നമ്മുടെ മക്കളുടെ വിജയത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക. എക്സാമ്പിൾ, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ നല്ല പ്ലെയർ ആണ്, അതുപോലെ തന്നെ സാനിയ നല്ല പ്ലെയർ ആണ്. അപ്പൊ അവരുടെയൊക്കെ വിജയത്തിൽ നമ്മൾ നമുക്കൊരു സ്വയം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക.
അതാണ് ഇവിടെ ഐഡന്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ സക്സസ്സിൽ നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളുടെ സക്സസ്സിൽ, അതായത് ഫുട്ബോൾ ആണെങ്കിൽ ഇപ്പോൾ അർജന്റീന ബ്രസീൽ എന്നിവരുടെ വിജയത്തിൽ നമ്മൾ സ്വയം സാറ്റിസ്ഫൈഡ് ആകുക, അവരിൽ നമ്മളെ തന്നെ കണ്ട് നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാകുക. അതാണ് ഇവിടെ ഐഡന്റിഫിക്കേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, sublimation is the process by which acceptable desires are changed into activity that have strong social approval. അതായത് ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതായത് പലരിൽ നിന്നും നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ദേഷ്യം എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ദേഷ്യം നമ്മൾ എന്തായിട്ട് കൺവേർട്ടിങ് ബിഹേവിയർ ഇൻ ടു മോർ ആക്സെപ്റ്റബിൾ ഫോം. അതായത് നമുക്ക് പലതരത്തിലുള്ള ദേഷ്യം വരുമ്പോൾ അത് നമ്മൾ കിക്ക് ബോക്സിംഗ് പോലുള്ള ആക്ടിവിറ്റീസിലോട്ട്, അതായത് സ്ട്രോങ് സോഷ്യലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടായി കഴിയുമ്പോൾ പലരുടെ ഭാഗത്തു നിന്നും നമ്മൾ ആ ബിഹേവിയേഴ്സിന്, ആ കാര്യങ്ങളെ നമ്മൾ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, സോഷ്യലി അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് തിരിച്ചുവിടുന്നു. ലൈക്ക് എക്സാമ്പിൾ കിക്ക് ബോക്സിംഗ് പോലുള്ള ആക്ടിവിറ്റീസിലോട്ട്. അപ്പൊ നമ്മുടെ ദേഷ്യം വളരെയധികം കുറയുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ വിഡ്രോവൽ ആണ്. വിഡ്രോവൽ ഫ്രം ദ സിറ്റുവേഷൻ ദാറ്റ് കോസ് ഫ്രസ്ട്രേഷൻ. നമുക്ക് ഫ്രസ്ട്രേഷനും സങ്കടവും ദേഷ്യമൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. മനസ്സിലായോ? ആ സിറ്റുവേഷനിൽ നമ്മൾ എൻ്റർ ആവാതെ നമ്മൾ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. അതിനാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈങ് ആൻ ഇംപൾസ് വിത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഒബ്ജക്റ്റ്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളുടെ മേലധികാരികളിൽ നിന്നോ ടീച്ചറിൽ നിന്നോ ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വരുമെന്ന് ചീത്ത കേൾക്കേണ്ടി വരുമെന്ന് വിചാരിക്കും. അവര് നമ്മളെ ചീത്ത പറയാന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മൾ അപ്പൊന്നും നമുക്ക് അവരോട് തിരിച്ച് ചീത്ത പറയാൻ, മേലുദ്യോഗസ്ഥനെ എന്താ പറയാ ബോസിനെയോ ടീച്ചറിനെയോ ഒന്നും ചീത്ത പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളപ്പോ ആ ദേഷ്യവും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മള് ഇപ്പൊ വലിയ ആൾക്കാരുണ്ടെങ്കിൽ ഭാര്യയോടും കുട്ടികളോടൊക്കെ ദേഷ്യം തീർക്കുക, അല്ല കുഞ്ഞു കുട്ടികളാണെങ്കിൽ ചില ഒബ്ജക്ട്സിനോട് അല്ലെങ്കിൽ പട്ടിയോടൊക്കെ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പെറ്റ്സിനോടൊക്കെ ദേഷ്യം തീർക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സാറ്റിസ്ഫൈങ് ആൻഡ് ഇംപൾസ് വിത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഒബ്ജക്റ്റ്. മറ്റുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സുമേ നമ്മുടെ ദേഷ്യം, അതായത് നമ്മുടെ ഡിസ്സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അഗ്രഷൻ ആണ് നെക്സ്റ്റ് വൺ. ഡിസ്ട്രോയ് ദ സോഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ. അതായത് ഇപ്പൊ നമുക്ക് ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഒരു കിട്ടുന്നത് മറ്റൊരു കുട്ടിയിൽ നിന്നായിരിക്കും, കുട്ടിയിൽ നിന്നോ മറ്റൊരു പേഴ്സണിൽ നിന്നോ ആയിരിക്കും. അത് നമ്മള് ആ പേഴ്സണെ, ആ ഇൻഡിവിജ്വലിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നത്, അതായത് ഉപദ്രവിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഫ്രണ്ട് കളിയാക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരെ നമ്മൾ ഉപദ്രവിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു മൈൻഡിന് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ബിഹേവിയറിന്, നമ്മുടെ ബിഹേവിയർ അത് അങ്ങനെയായി മാറി അൺകോൺഷ്യസ്ലി പെട്ടെന്ന് തന്നെ നമ്മൾ ആ കുട്ടിയെ ആക്രമിച്ച് ഉപദ്രവിക്കുക, ഇൻഡിവിജ്വലിനെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. ഈ അഗ്രഷന് 2 ടൈപ്പ് ഉണ്ട്, ഡിറക്റ്റ് അഗ്രഷനും ഇൻഡയറക്റ്റ് അഗ്രഷനും. ഡിറക്റ്റ് അഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കുട്ടിയാന്ന് വിചാരിക്കും, നമ്മളൊരു ഫ്രണ്ട് നമ്മളെ കളിയാക്കി, അപ്പൊ ഓൾ ഓഫ് എ സഡൻ നമ്മൾ ആ കുട്ടീനെ ഉപദ്രവിക്കുന്നു, ഡിറക്റ്റ് ആയിട്ട് തന്നെ ഉപദ്രവിക്കുന്നു. അതാണ് ഡിറക്റ്റ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് അഗ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ബോസ് ഒക്കെ നമ്മളെ എന്താ പറയുക ചീത്ത പറയുന്നു വിചാരിക്കുന്നു, നമ്മളെ ദേഷ്യപ്പെടുക, നമ്മളോട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറക്റ്റ് ആയിട്ട് നമുക്ക് അവരെ ഉപദ്രവിക്കാനായിട്ട്, മീൻസ് നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് നമ്മൾ നമ്മുടെ ദേഷ്യം, നമ്മുടെ ഫ്രസ്ട്രേഷൻ വേറെ ഏതെങ്കിലും കുട്ടിയിൽ നിന്നോ വേറെ ഏതെങ്കിലും നമ്മുടെ കൊലീഗിലോ ഒക്കെ നമ്മൾ ആ ദേഷ്യം പ്രകടിപ്പിക്കുക. അതാണ് ഇവിടെ അഗ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, റിയാക്ഷൻ ഫോർമേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ പ്രിറ്റൻഡ് യു ആർ ഡിഫറെന്റ്. നമ്മൾ മറ്റൊരാളായിട്ട് ആക്ട് ചെയ്യാണ്. അതായത്
ആക്ടിങ് ലൈക്ക് യു ഹെയ്റ്റ് സമ്മൺ യു റിയലി ഹാവ് എ ക്രഷ് ഓൺ. അതായത് നമുക്ക് ഒരു ക്രഷ് ഉണ്ട് ഒരാളില്, പക്ഷെ നമ്മൾ അത് ഒരിക്കലും നമ്മൾ കാണിക്കില്ല. നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ബിഹേവിയർ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. നമുക്ക് ഒരാളെ ഇഷ്ടമുണ്ടെന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രകടിപ്പിക്കില്ല. അതിന്റെ ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ് നമ്മൾ എപ്പോഴും കാണിക്കുക. നമ്മൾ ആക്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുകയെന്ന് വിചാരിക്കും, നമുക്ക് കണക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷെ കണക്ക് ടീച്ചറോട്, മാത്സ് ടീച്ചറോട് നമുക്കത് കാണിക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ ആ ടീച്ചർക്ക് നമ്മളോട് ദേഷ്യം വരില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ടീച്ചറിന് ഇഷ്ടമല്ലെങ്കിൽ, മാത്സ് ടീച്ചറിന് ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടായിരിക്കാം, പക്ഷെ ആ ടീച്ചറിന് ഇഷ്ടമല്ലെങ്കിലും, അല്ലെങ്കിൽ പേഴ്സണലി ആവാം, ഇഷ്ടമല്ലെങ്കിലും ആ ഇഷ്ടക്കേട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണ് എന്ന് ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതായത് അതാണ് ഇവിടെ റിയാക്ഷൻ ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിനയൽ ആണ്, 12th വൺ. റെഫ്യൂസ് ടു ഫേസ് എ നെഗറ്റീവ് ബിഹേവിയർ. അതായത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് എവിടെയോ അറിയാം അത് സംഭവിച്ചു എന്ന്, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മടി. ഓക്കെ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ നമ്മൾ നടക്കുകയാണ്. നമുക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാളെ നഷ്ടപ്പെട്ടു, ഇതൊക്കെ സംഭവിച്ചാലും നമ്മൾ റെഫ്യൂസ് ചെയ്യാണ്. നമുക്ക് അറിയാം, ഉള്ളിൽ എവിടെയും കൊണ്ട് അറിയാം നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ ഉണ്ടെന്ന് അറിയാം. അറിഞ്ഞുകൊണ്ടും റെഫ്യൂസ് ടു ഫേസ് എ നെഗറ്റീവ് ബിഹേവിയർ, അത് റിയാലിറ്റീനെ ഉൾക്കൊള്ളാനായിട്ട് ഉള്ള മടി, അതാണ് ഇതിൽ കൂടെ പ്രതിഫലിക്കുന്നത്. ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിലാണ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ. അതായത് റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ മടിയാണ് ഈ ഡിനയലിൽ കൂടെ വ്യക്തമാകുന്നത്. നെക്സ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ. Avoids the actual goal because of fear or fear on failure, so he select a new goal. അപ്പൊ നമ്മൾ ഒരു കാര്യം പഠിക്കാന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡോക്ടർ ആവാനായിട്ട് പഠിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് അതിനോടൊരു ഫിയർ ഉണ്ടാവാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ പ്രൊഫഷൻ ഈ ഡോക്ടർ എന്നുള്ളത് നമ്മള് ഈ പ്രൊഫഷനോടുള്ള പേടി, അതായത് പലതരത്തിലുള്ള പേടി കൊണ്ട് നമ്മളത് ഒരു എഞ്ചിനീയറിംഗ് ആക്കുകയാണ് നമ്മുടെ പ്രൊഫഷൻ. ക്ലിയർ ആയോ? എന്തെങ്കിലും ചെയ്യാനുള്ള പേടി, തോറ്റു പോകുമോ എന്നുള്ള ഒരു പേടി. അത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ ഗ്രൂപ്പ്സ്, +2 ഗ്രൂപ്പ്സ് ഒക്കെ എടുക്കാം നമുക്ക്. അതായത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഇതാണുള്ള മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ പലതരത്തിൽ, ഇപ്പൊ സയൻസിൽ മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കുറെ പേര് ഹ്യൂമാനിറ്റീസിന് ജോയിൻ ചെയ്യാം. അതായത് സയൻസ് എടുത്തു കഴിഞ്ഞാൽ മാത്സ് അങ്ങനെയുള്ള സബ്ജക്ട്സിലൊക്കെ ഫെയിൽ ആകുമോ, അങ്ങനെ ഞാൻ +2 തോറ്റു പോകുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ വേറെ സബ്ജക്ട്സ് ആയിട്ടുള്ള കൊമേഴ്സിലോട്ടോ ഹ്യൂമാനിറ്റീസിലോട്ടോ മാറുന്ന ഒരു അവസ്ഥ. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവോയ്ഡ്സ് ആക്ച്വൽ ഗോൾ ബിക്കോസ് ഓഫ് ഫിയർ ഓൺ ഫെയിലിയർ ആകും എന്നുള്ള പേടി കൊണ്ട് നമ്മൾ മറ്റൊരു പ്രൊഫഷനെ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെ ചൂസ് ചെയ്യുന്നു. നമ്മുടെ ഗോള് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട്, പേടി കൊണ്ടാകാം, പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഗോളിലേക്ക് എത്താൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ നമ്മുടെ ഗോളിനെ ചേഞ്ച് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള, നമ്മൾ പറഞ്ഞല്ലോ ഈ ഡിഫൻസ് മെക്കാനിസം കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളിലോട്ട് ഇൻഡിവിജ്വൽസ് വഴിമാറി പോകാനായിട്ട് ചാൻസ് ഉണ്ടെന്ന്. ലൈക്ക് എക്സാമ്പിൾസ് ഹിസ്റ്റീരിയ, അംനീഷ്യ, അതുപോലെ ഫോബിയ എന്നുള്ള കാര്യങ്ങൾ എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട്, അടുത്ത ടോപ്പിക്കായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസിന് ചോദിച്ചു കാണുന്നതാണ്. അപ്പൊ നമ്മൾ എന്തായാലും പഠിക്കേണ്ട ഒരു മേഖലയാണ് അതും കൂടി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും അടുത്ത വീഡിയോയും മിസ്സാകാതെ കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.